കാശ്മീർ എന്ന് പറയുമ്പോൾ മുഖം തിരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കും ഉണ്ട്. പേടികൊണ്ടാണ്. നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വരാൻ മടിയുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായത്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ടൂർ പോകാനോ ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാശ്മീർ. ഭൂമിയുടെ സ്വർഗം എന്നൊക്കെ പറയുന്നത് മാത്രമല്ല, അതിവിടെ വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. 2, ഇവിടത്തേക്ക് വന്നു പോകാൻ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, അതേപോലെ ട്രെയിൻ മാർഗം, വിമാനമാർഗം ഇവിടെ എത്തിച്ചേരാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരുപാട് റോഡ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റോഡുകൾ പറ്റും. അതേപോലെ തന്നെ നല്ല ഫുഡ്, നല്ല ജനങ്ങൾ, നല്ല ആൾക്കാരെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം എല്ലാ കൂട്ടത്തിലുള്ള പോലെ കുറച്ച് ആൾക്കാരൊക്കെ തരികിട ഉണ്ടാവും. എന്നാലും പറയാം, നല്ല ജനങ്ങളാണ്. നമ്മളെ എന്ത് വന്നാലും യാത്രക്കാർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊക്കെയാണ്. ഇത് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാശ്മീർ ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ കണ്ട ആകെയുള്ള ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ചായ ഒന്നും ഇവിടെ കിട്ടില്ല. അപ്പൊ ചായപ്രേമികളുടെ കാര്യത്തിൽ ആ ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ലൊക്കേഷനാണ് കാശ്മീർ. ഒരു പേടിയും വേണ്ട, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടത്തേക്ക് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം റെഡിയാണ്. വളരെ കുറഞ്ഞ ചെലവിലൂടെ വന്നു പോവാം. അപ്പം എനിക്കേതായാലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ വന്നത് ഷെരീഫ്, റാഷിദ്, അഫ്സൽ. അതേപോലെ തന്നെ ഇനി ഞാനൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഇന്ത്യയിൽ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം വിന്റർ സീസണിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ സമ്മർ സീസണിൽ കാശ്മീർ വന്നിരിക്കും. ആപ്പിളിൻ്റെ ഒക്കെ സീസൺ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതും കൂടി എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഫാമിലീനെ കൂട്ടി വരുമ്പോഴുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യമൊക്കെ പല ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. നിങ്ങളിവിടെ ചുറ്റും നോക്കിക്കോളൂ, ഇഷ്ടം പോലെ ഫാമിലീസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ല. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ കണ്ടിട്ട്, മലയാളം മീഡിയാസ് കണ്ടിട്ട് നിങ്ങൾ കാശ്മീരിനെ വിലയിരുത്തരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. മലയാളം മീഡിയയിൽ വരുന്ന പലതും ഇവിടെ വന്നാൽ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടും.